മെയ് 4-ന് വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ വിവിധ പാർട്ടികളുടെ ആഹ്ലാദ പ്രകടനത്തിനായുള്ള പാട്ടുകൾ റെഡിയാണ്. അബ്ദുൽ ഖാദർ കാക്കനാടിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ പാട്ടുകളുടെ റെക്കോർഡിംഗ് പുരോഗമിക്കുകയാണ്. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോനെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ പിയാർ തള്ളും പാഴാക്കി. വനവാസത്തിന് പോകുവാനായി ഒരുങ്ങി നിന്നോ വീടി. മൂന്നാം വട്ടം തുടർ ഭരണം ഇടത് മുന്നണി നേടി. 100 സീറ്റ് നേടുമെന്ന വീമ്പ് പാഴായിപ്പോയി. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പാരഡി ഗാനങ്ങളുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഖാദർ കാക്കനാടിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനമൊട്ടാകെ വിവിധ മുന്നണികൾക്കായുള്ള ഗാനങ്ങൾ ഒരുങ്ങുന്നത്. LDF ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവര്. UDF ആണെങ്കിൽ 100 സീറ്റോളം പിടിച്ച് അവര് നേടുമെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ പേര് വെച്ച് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പുറത്തേക്ക് വിടുന്നത് സ്ഥാനാർത്ഥികളുടെ പേരുള്ള പാട്ടല്ല, സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഇപ്പൊ LDF ജയിക്കുമെന്ന് LDF പറയുന്നു, UDF ജയിക്കുമെന്ന് UDF പറയുന്നു. അപ്പൊ ഇവരുടെ കോമൺ ആയിട്ടുള്ള സോങ്ങുകൾ ഇവിടെ ഭരണം കിട്ടിയെന്നും രണ്ട് മുന്നണികളും അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കോമൺ സോങ്ങുകളാണ് ഇപ്പൊ പുറത്തേക്ക് വിടുന്നത്. ഇടതുപക്ഷത്തിനായുള്ള വിജയഗാനങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ വനവാസ പ്രയോഗവും മുഖ്യമന്ത്രി കസേരക്കായുള്ള തമ്മിലടിയും പ്രതിപാദിക്കുന്നു. ഒട്ടുപെട്ടി പൊട്ടിച്ചപ്പോൾ UDF-ഉം ഞെട്ടി. ഇടതുപക്ഷ മുന്നണിയും തുടർഭരണം നേടി. മുഖ്യനാവാൻ കച്ചകെട്ടിയ കോൺഗ്രസുകാർ ഞെട്ടി. വനവാസത്തിന് പോകുവാനായി ഒരുങ്ങി നിന്നോ വീടി. മൂന്നാം വട്ടം തുടർഭരണം ഇടത് മുന്നണി നേടി. UDF-ന്റെ വിജയഗാനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് പ്രയോഗം മുതൽ സ്വർണ്ണക്കൊള്ള വരെ പ്രതിപാദിക്കുന്നു. പണ്ടേ ബംഗാളും ത്രിപുരയും പോയി, ഇന്നിപ്പൊന്തേ കേരളവും പോയി എന്ന് പറഞ്ഞാണ് പാട്ട് അവസാനിക്കുന്നത്. ശാസ്താവിന്റെ സ്വർണം കട്ട് പുട്ടടിച്ചോരിവര്. കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ്. നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വീമ്പ് കാട്ടിയവര്. എല്ലാത്തിനും വിലക്കയറ്റം, മദ്യ മാഫിയയും ചങ്ങാത്തം. മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി ഭരണം വിട്ടിറങ്ങിപ്പോയി. സഖാക്കടെ കാരണത്തും കിട്ടിപ്പോയി. പണ്ടേ ബംഗാളും ത്രിപുര പോയി, ഇന്നിപ്പോതെ കേരളം പോയി. ഇടതുപക്ഷം പേരുവഴിയായി പിണറായി സമാകെയും തരിപ്പണമാ. മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കും തന്റെ പേരും മണ്ഡലവും ഉൾപ്പെടെ പറഞ്ഞുള്ള ഗാനങ്ങളും തയ്യാറാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.